ലോകശക്തികളുടെ ഉപരോധങ്ങൾക്കും നിരന്തരമായ ഭീഷണികൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു രാഷ്ട്രത്തിന്റെ അതിജീവനമാണ് ഇന്ന് പശ്ചിമേഷ്യയിലെ പർവ്വതനിരകളിൽ ദൃശ്യമാകുന്നത്. ഇറാന്റെ മരുഭൂമികൾക്കും കരിമ്പാറക്കൂട്ടങ്ങൾക്കുമുള്ളിൽ നിശബ്ദമായ എന്നാൽ അതിവേഗത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെറുമൊരു ആണവ പദ്ധതിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഉറച്ച തീരുമാനമാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങളും പതിവാകുമ്പോൾ സ്വന്തം സമ്പത്തായ ആണവ സാങ്കേതികവിദ്യയെയും ശാസ്ത്രജ്ഞരെയും സംരക്ഷിക്കാൻ ഇറാൻ തിരഞ്ഞെടുക്കുന്നത് ഭൂമിയുടെ ആഴങ്ങളിലെ സുരക്ഷിതത്വമാണ്. ഉപഗ്രഹങ്ങൾ പകർത്തിയ ഓരോ ദൃശ്യവും ലോകത്തിന് നൽകുന്ന സൂചന വ്യക്തമാണ്. ബാഹ്യശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തകർക്കപ്പെടാൻ കഴിയാത്ത വിധം കൂടുതൽ ആഴത്തിലേക്ക്, കൂടുതൽ സുരക്ഷിതമായ കോട്ടകളിലേക്ക് ഇറാൻ തങ്ങളുടെ ആണവ സ്വപ്നങ്ങളെ പറിച്ചുനടുകയാണ്. ഇത് അതിജീവനത്തിന്റെ പുതിയൊരധ്യായമാണ്. ബാഹ്യശക്തികളുടെ നിരന്തരമായ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും നടുവിൽ സ്വന്തം ശാസ്ത്രീയ നേട്ടങ്ങളെ സംരക്ഷിക്കുക എന്നത് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും കടമയാണ്. ഇതിന്റെ ഭാഗമായാണ് നഥാൻസ് ആണവ കേന്ദ്രത്തിന് തൊട്ടടുത്തുള്ള മൗണ്ട് കൊളാംഗാസ്ല അഥവാ പിക്കാക്സ് പർവ്വതം ഇറാൻ അത്യാധുനികമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഫെബ്രുവരി 10 ലഭ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം പർവ്വതഹൃദയത്തിലേക്ക് നയിക്കുന്ന തുരങ്ക കവാടങ്ങൾ അതിശക്തമായ കോൺക്രീറ്റ് കവചങ്ങളാൽ ഇറാൻ സുരക്ഷിതമാക്കുകയാണ്. കൂറ്റൻ ബൂം പമ്പുട ഉപയോഗിച്ച് നടത്തുന്ന ഈ നിർമ്മാണം കേവലം ഒരു കെട്ടിടം പണിയലല്ല, മറിച്ച് ഇറാന്റെ ആണവ സാങ്കേതികവിദ്യയെ ലോകത്തിലെ ഏറ്റവും മാരകമായ ബങ്കർ ബസ്റ്റർ ബോംബുകളിൽ നിന്ന് പോലും സംരക്ഷിക്കാനുള്ള ഒരു കവചം തീർക്കലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ തങ്ങളുടെ ആണവശാസ്ത്രജ്ഞർക്ക് നേരെയും ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെയുമുണ്ടായ ആക്രമണങ്ങൾ ഇറാന് നൽകിയ പാഠം വ്യക്തമാണ്. തുറന്ന സ്ഥലത്തേക്കാൾ സുരക്ഷിതം പർവ്വതങ്ങളുടെ ആഴങ്ങളാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ നിരീക്ഷണങ്ങൾ ശരിയാണെങ്കിൽ വരും കാലങ്ങളിൽ ഇറാന്റെ ഏറ്റവും നിർണായകമായ യുറേനിയം സമ്പുഷ്ടീകരണ പ്രക്രിയകൾ ഈ പർവ്വതത്തിനുള്ളിലെ സുരക്ഷിത അറകളിലാകും നടക്കുക. അത്യാധുനിക സെൻട്രിഫ്യൂഗുകളെ ശത്രുക്കളുടെ കണ്ണെത്താത്ത ദൂരത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ തലകുനിക്കില്ലെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്മേൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകൾ ആ രാഷ്ട്രത്തെ കൂടുതൽ കരുത്തരാക്കുകയേയുള്ളൂ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇറാനിലെ പുതിയ നിർമ്മാണങ്ങൾ. 2025 ജൂണിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണം നഥാൻസിലെ ആണവ നിലയത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഇറാന്റെ ശാസ്ത്രീയ മുന്നേറ്റങ്ങളെ ഭയന്ന ശത്രുക്കൾ തങ്ങളുടെ സമ്പുഷ്ടീകരണശേഷി പൂർണ്ണമായും തകർത്തെന്ന് അവകാശപ്പെട്ടപ്പോഴും ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ ഇറാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആക്രമണത്തിന് തൊട്ടുപിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തകർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ ഇന്ന് പുതിയതും കൂടുതൽ കരുത്തുറ്റതുമായ മേൽക്കൂരകൾ ഉയർന്നുകഴിഞ്ഞു. ഇത് വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് ശത്രുക്കളുടെ ചാരക്കണ്ണുകളിൽ നിന്നും അത്യാധുനിക ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്നും തങ്ങളുടെ രഹസ്യങ്ങളെ മറച്ചുപിടിക്കാനുള്ള സുരക്ഷാ കവചമാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് തിരിച്ചറിഞ്ഞ് നഥാൻസിലും ഇസ്ഫഹാനിലും അത്യാധുനിക ആന്റി ഡ്രോൺ കവചങ്ങളാണ് ഇറാൻ സ്ഥാപിച്ചിരിക്കുന്നത്. നഥാൻസിൽ നിന്ന് 125 കിലോമീറ്റർ അകലെയുള്ള ഇസ്ഫഹാൻ ആണവ സമുച്ചയത്തിൽ ഇവിടത്തെ തുരങ്ക കവാടങ്ങൾ ഇപ്പോൾ മണ്ണും പാറയും ഉപയോഗിച്ച് പൂർണ്ണമായും അടച്ചിരിക്കുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇതൊരു ഉപേക്ഷിച്ച ഇടമായി തോന്നാമെങ്കിലും ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നിശബ്ദ പ്രതിരോധമാണിത്. ശത്രുരാജ്യങ്ങൾ തൊടുത്തുവിടുന്ന ബോംബുകളുടെ ആഘാതം ആഗിരണം ചെയ്യാൻ കട്ടിയുള്ള മണ്ണുപാളികൾക്ക് സാധിക്കും. ഇതുള്ളിലെ പരീക്ഷണശാലകൾക്ക് ഒരു സ്വാഭാവിക കവചം തീർക്കുന്നു. അത്യാധുനിക കമാൻഡോ ഗ്രൂപ്പുകൾ തുരങ്കം വഴി ഉള്ളിലേക്ക് കടന്നുകയറുന്നത് തടയാൻ ഈ മണ്ണും പാറയും ചേർന്ന കവചം വലിയൊരു തടസ്സമാണ്. ഏകദേശം 400 കിലോഗ്രാം ഉയർന്ന സമ്പുഷ്ട യുറേനിയം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇറാന്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായ ഈ സമ്പത്ത് ഏത് വിലകൊടുത്തും സംരക്ഷിക്കുക എന്നത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ ബാധ്യതയാണ്. ആണവ സാങ്കേതികവിദ്യയിൽ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുമായി ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഇറാൻ എന്നും വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവ ഏജൻസി തലവൻ റഫേൽ ഗ്രോസി സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിനായുള്ള ഒരവസരത്തിന്റെ ജാലകം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ സൈനിക ഭീഷണികൾ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത വെല്ലുവിളിയാണ്. പദ്ധതി പുനർനിർമ്മിക്കാനുള്ള അറിവും ശേഷിയും സാങ്കേതികവിദ്യയും നിങ്ങൾക്ക് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കെപ്പോഴും എല്ലാം പുനർനിർമ്മിക്കാനും ആർജിക്കാനും സാധിക്കും എന്ന പ്രൊഫസർ സിന അസോദിയുടെ വാക്കുകൾ ഇറാന്റെ ആത്മവിശ്വാസത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ആക്രമണങ്ങൾ കൊണ്ട് തകർക്കാൻ കഴിയാത്തത് ഒരു ജനതയുടെ അറിവിനെയും നിശ്ചയദാർഢ്യത്തെയുമാണ്. കെട്ടിടങ്ങൾ തകർക്കാം, യന്ത്രങ്ങൾ നിശ്ചലമാക്കാം, പക്ഷേ ഒരു ജനത ആർജിച്ചെടുത്ത അറിവിനെയും സാങ്കേതികവിദ്യയെയും ബോംബുകൾ കൊണ്ടില്ലാതാക്കാനാവില്ല
എന്ന സത്യമാണ് ഇന്ന് ഇറാനിൽ ദൃശ്യമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ ആകാശത്തിന് താഴെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പറിച്ചു നടന്നത് വെറുമൊരു നിർമ്മാണമല്ല, മറിച്ച് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള വ്യക്തമായ മറുപടിയാണ്. ഭൂമിയുടെ അടിത്തട്ടിൽ കരിമ്പാറകൾക്കും പർവ്വതങ്ങൾക്കുമുള്ളിൽ ഇറാൻ പണിതുയർത്തുന്ന ഈ പുതിയ ആണവക്കോട്ടകൾ ലോകസമാധാനത്തിന് ഭീഷണിയാണോ, അതോ ഒരു രാഷ്ട്രത്തിന്റെ ന്യായമായ സ്വയം പ്രതിരോധമാണോ? ലോകരാജ്യങ്ങളുടെയും ചരിത്രകാരന്മാരുടെയും ഇടയിൽ ഈ ചോദ്യം ഉയരുമ്പോഴും ഇറാൻ തങ്ങളുടെ പാതയിൽ ഉറച്ചുനിൽക്കുന്നു. ആയുധങ്ങൾക്കും ഉപരോധങ്ങൾക്കും തകർക്കാൻ കഴിയാത്തത് ഒരു ജനതയുടെ ശാസ്ത്രീയമായ അറിവിനെയാണ് എന്നത് ഈ അതിജീവനം തെളിയിക്കുന്നു. കാലം ഉത്തരം നൽകേണ്ട ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ പർവ്വതഹൃദയത്തിലെ ആ നിഗൂഢ അറകൾ ഇറാന്റെ അഭിമാനമായ സാങ്കേതികവിദ്യയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളും.